പറഞ്ഞുകൊണ്ട് അൽ കണ്ണൻ അൽ ദുബായ് നമ്മൾ 2 മണിക്കൂർ ഉണ്ടെങ്ങാനല്ലേ വൈറലായത്. എല്ലാരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടോ നമ്മളിപ്പോ വന്നേക്കുന്നത്. ട്രിവാൻഡ്രത്താണുള്ളത്. എന്തുണ്ട് വിശേഷം? വന്നപ്പോ കിട്ടിയ പണി ഭയങ്കര ഒരു 1.5 പണിയായി പോയല്ലേ? ആണ്. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാം സെറ്റ് ആയിട്ട് നിൽക്കണ്ട്. ആ പറഞ്ഞു. പുറത്തിറങ്ങാൻ പറ്റില്ല, എല്ലാരും അറിയപ്പെടും. അൽ കണ്ണൻ എന്ന് പറഞ്ഞറിയപ്പെടും. അൽ കണ്ണൻ എന്ന് പറഞ്ഞാലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ശരിക്കുള്ള പേരെന്താ? ആദർശൻ. ആ പേരാണ് ഇവര് അൽ കണ്ണൻ എന്നാക്കി മാറ്റിയത്. കണ്ണൻ എന്നായിരിക്കും വിളിക്കണേ അല്ലേ? അറിയപ്പെടുന്നത്. ഇവിടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇനിയും കുറെ കൂട്ടുകാർ വരാനുണ്ട്. നമ്മൾ ആ വീഡിയോയില് ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെയല്ലേ? പേരെന്തായിരുന്നു? ഷെറിൻ ജോസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാട്ടാ. ഇങ്ങനോട് വന്നിട്ടാണ് പറയുന്നത് അല്ലേ? എന്തുണ്ടായിരുന്നു ആ ഡയലോഗ്? അതായത് ഇവരുടെ തന്നെ വണ്ടിയാണ്. കൊറേ ആ കാണുന്ന വണ്ടികളും ബൈക്കും കൊടികളും ഒക്കെ ആയിട്ട് 34 പേരാണോ നിങ്ങളല്ലേ? കൂടുതൽ പേരുണ്ടോ? ആണ്. ഈ നമ്മള് ഇതിനകത്ത് കാണുന്ന ബഹളവും ഉത്സാഹവും ഒന്നും നേരിട്ട് കാണുമ്പോ ഇല്ലാട്ടോ. എല്ലാവർക്കും ഒരു ഭയങ്കര നാടാണ്. പിന്നെ പുറകിൽ നിന്ന് വരുന്നുണ്ട് നമ്മുടെ മറ്റേ വണ്ടി. ആ വണ്ടിയുടെ കളർ ഭയങ്കര പൊളി കളറാട്ടാ. ആരുടെ കൂട്ടത്തിലുള്ള തന്നെയല്ലേ വണ്ടി? ആ 3 വണ്ടിയില്ല. ദൈവമേ, എന്താണ് കണ്ണമ്പായത്? എന്ത് പറയണോന്നറിയില്ല. നോക്ക. നമ്മുടെ കണ്ണമ്പായുടെ ആരായിട്ട് വരും? നല്ലൊരു സുഹൃത്തായിട്ട് വരും. നല്ല മുടിയൊക്കെ വെച്ച് ഓടി മേത്തോട്ട് ചാടിക്കാറില്ല. ആ കക്ഷിയാണ്. വേറെന്താ? കാശിനാഥനെയാണ് ഒരു സുന്ദരി പെണ്ണാക്കി എടുത്തത്. കുറെ ഉമ്മ കിട്ടിയല്ലേ? ആവശ്യം പോലെ കിട്ടി. ഉമ്മ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട്. എടാ ഈ വണ്ടികളെല്ലാം കൂടെ കില്ലാടിയോ? എന്താ ഇതിന്റെ പേര്? കില്ലാടി ആറ്റുകൾ ഭഗവതി. ആ ഓക്കെ, അതാണ് മുഴുവൻ പേര്. എന്നിട്ട് കില്ലാടി എല്ലാരും കൂടെ ചേർന്നാണ് നിങ്ങളുടെ കണ്ണമ്പായിനെ കൊണ്ടുവരാൻ പോയത്. അതിനിടയ്ക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കയ്യിൽ 2 ഡ്യൂട്ടി ഫ്രീ കവർ ഉണ്ടായിരുന്നില്ലേ? അതായത് ആ നമ്മുടെ വീഡിയോ കണ്ടവരിൽ കുറെ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവന്മാരുടെ ഒക്കെ കണ്ണാ കവറിലായിരുന്നെന്ന്. സത്യാണോ? അല്ല അതാണ്. അവിടെ ചോദിച്ചാ മതി അല്ലേ? ഇതിന്റെ പിന്നിലുള്ള ആള് എഡിറ്ററും കൂടെ വാ. ഇനി നമുക്ക് ഓരോരുത്തരുടെ പേര് പറയാം. നമ്മളെല്ലാരും പറഞ്ഞില്ല. എല്ലാവരുടെയും പേര് പറയാൻ സമയം കിട്ടോ ഈ ഒരു വീഡിയോയില്? ഒന്ന് പെട്ടെന്ന് എല്ലാരും പേര് പറഞ്ഞേ. കിരൺ, അഖിൽ, ഗോകുൽ, ശ്രീകാന്ത്, അരുൺ, സാജൻ, നന്ദു, സജു, ജിത്തു, അബി, എല്ലാരും കാണാമല്ലേ? ശിവകുമാർ, ഗോകുൽ, ദിനേശ്, അനന്തു, വിഷ്ണു. പേര് പറഞ്ഞായിരുന്നോ? കിച്ചു, മനു, ജിഷ്ണു, ആകാശ്, സൂരജ്. പിന്നെ അൽക്കണ്ണൻ, വീണ്ടും അൽക്കണ്ണൻ. ആദർശം എന്ന് പറഞ്ഞ അൽക്കണ്ണൻ. ആരുടെ ആയിരുന്നു ഈ ഐഡിയ? നമ്മുടെ ഒരു കുഞ്ഞ് പേര് പറയടാ. ആയുഷ്. ആയുഷ് ഈ ഗ്യാങ്ങിലുള്ളതാണോ? അൽക്കണ്ണനെ കൊണ്ടുവരാൻ നീ പോയായിരുന്നോ? അതെ, ആരുടെ ആയിരുന്നു ഈ ഐഡിയ? അതറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. സൂരജിന്റെ ഐഡിയ ആയിരുന്നു. സൂരജാണ് ക്യാമറ. വേറൊരാളും കൂടി ക്യാമറ ഉണ്ടായിരുന്നല്ലേ? ക്യാമറ വന്നിട്ടില്ല. ആകാശം കൂടെ ക്യാമറ ഉണ്ടായിരുന്നു. എഡിറ്റ് ചെയ്തതുമാണ്. പിന്നെ ആള് സീരിയൽ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, എന്നാ അറിഞ്ഞത് ഇങ്ങനെ കണ്ണൻബായി വരുന്ന കാര്യം? ശബരിമലയ്ക്ക് വരുന്നു. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്ന്. അന്നേ പ്ലാൻ ചെയ്തോ? അറിയിക്കേണ്ടതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. ഇവര് ഇതിനേക്കാൾ വലിയ പണി പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞേ. അല്ല, ഈ പണി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു? അറിഞ്ഞായിരുന്നു. പക്ഷെ ഇങ്ങനെ വിചാരിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കവറൊക്കെ ആയിട്ട് വന്നത്. മസ്റ്റാണ്. എന്നിട്ട് പിന്നെ എന്തായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള പ്രകടനം? എന്തായിരുന്നു കഴിഞ്ഞ പ്രകടനം? നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നേരെ ശംഖുമുഖം, മാനവീർ, അവിടെ പോയി കേക്ക് മുറിച്ച് ഒരു 6 മണിയാകുമ്പോ വീട്ടിൽ കൊണ്ടാക്കി. വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇങ്ങനെ കല്യാണം കഴിക്കാൻ ഗൾഫിൽ പോയെന്ന് പറഞ്ഞിട്ട് ഇവർ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കണ്ണൻ കല്യാണം കഴിക്കാനാണോ ഗൾഫിൽ പോയത്?
ഇവിടെ നിന്ന് പെണ്ണ് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു. സത്യമാണോ അണ്ണ? പറ കൊണ്ട് പറയാൻ പറ്റൂല. അതാണ് ഈ വീഡിയോ പെണ്ണ് കിട്ടാനാണ് ഞാൻ പറഞ്ഞ. അങ്ങനെയൊന്നുമില്ല. നിങ്ങക്കെന്താ നിങ്ങളെന്താ പറഞ്ഞേ? ജോലി ചെയ്തിട്ടൊന്നും പെണ്ണൊന്നും കിട്ടില്ല. വീട്ടുകാർ പറഞ്ഞു വിട്ടതാണ്. വീട്ടുകാര് അച്ഛനും അമ്മയും നിർബന്ധിച്ച് പറഞ്ഞു വിട്ടാണ്. പാവം. എത്ര നാള് നിന്ന് കണ്ണനോടെ? ഒരു വർഷം. പോയപ്പോ കരഞ്ഞു പിഴിഞ്ഞാണ് പോയത്. രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരും വിട്ടു. പേര് പറ. വിഷ്ണു, സഞ്ജയ്. ഇത് ട്വിൻസ് ആണ്. ഇതേപോലെ ഒരുത്തൻ ഇപ്പുറത്ത് നിപ്പുണ്ട്. ഇവിടെ നിപ്പുണ്ട്. അതല്ല, ഇവര് പെണ്ണാക്കാനായിട്ട് തെരഞ്ഞെടുത്തത് ഇവനാണ്. നിന്നെന്താ പെണ്ണാക്കാൻ ഇവർ തെരഞ്ഞെടുത്തത്? നീ ഏറ്റെടുത്താണോ അത്? ഞാൻ ഏറ്റെടുത്തല്ലേ. സഞ്ജയേട്ടൻ പറഞ്ഞു നീ ഇന്ന് വരെ നൈറ്റ് ഇട്ടുതരാൻ പറഞ്ഞു. തഴ തൂമി തൈ പിന്നെന്തോ അർത്ഥം പറഞ്ഞ നൈറ്റ് ഇട്ടിങ് ഇറങ്ങി. ഇന്നും ഇവൻ ആ മുടി നൈറ്റുമായിട്ട് ഇവിടെ ഈ സ്ഥലത്ത് രാവിലെ വന്നിരിക്കുന്നു. സത്യമാണോ? അങ്ങനെ ഞാൻ അറിഞ്ഞ കേട്ടോ. അപ്പൊ അവൻ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് ഇട്ട ഞാനല്ല, ഇതാണ് ഞാൻ, ശരിക്കുള്ള ഞാൻ, ആരും അന്വേഷിച്ചു വരരുതെന്ന്. ഞാനില്ലേ അത് ഞാനല്ല. അതെ, അതന്നെ കണ്ണിന് വേണ്ടി മാത്രമുള്ളതാണ് ഞാനല്ല. വല്ലതൊക്കെ പറ. കണ്ണന് പെണ്ണിട്ടാന്ന് പോകും. കണ്ണൻ അവിടെ എന്തായിട്ടാ വർക്ക് ചെയ്യണേ? എസിയുടെ വർക്കാണ്. ആണോ? ഇനി തിരിച്ചു പോണില്ലെന്ന് കേട്ടു. തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ തിരിച്ചു പോകണ്ടല്ലേ തീരുമാനിച്ച്. ഒരുപാട് പേര് പറയുന്ന ഒരു കമന്റ് ഉണ്ട്, ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ കണ്ണൻ എന്ത് ഭാഗ്യവാനാണെന്ന്. ശരിക്കും ഇങ്ങനെ ഇവർ സ്വീകരിച്ച നിമിഷത്തിൽ എന്താണ് തോന്നിയത്? ഭാഗ്യമായിട്ട് തോന്നിയോ? പെട്ടു ദൈവമേന്ന് തോന്നിയോ? സന്തോഷാണ്. ഇവരെ കാണാതിരുന്നതില് കാണാതിരുന്നതിന് സന്തോഷോ? കാണാതിരുന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ് വന്ന് കണ്ടതിന്റെ സന്തോഷം. പോവാൻ നേരത്ത് കരഞ്ഞിട്ടൊക്കെ അല്ലേ പോയെ? ആണ്. എന്തോ ഇവനാണോ കരഞ്ഞത്? പോവാൻ നേരത്ത് ഇങ്ങനെയാണ്. കെട്ടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിട്ടാണ് കൂട്ടുകാരനെ ചാക്കിട്ട് ഇങ്ങനെ ഒരു ടീം ഉണ്ടാക്കി അത് ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. കെട്ടാൻ വേണ്ടി ഗൾഫിൽ പോയ കണ്ണൻ തിരിച്ചു വന്നപ്പോൾ അല്ലേ? ഭയങ്കര സന്തോഷമായി മാറിയില്ലേ ഇത്? പെട്ടെന്ന് 1 മില്യൺ കഴിഞ്ഞു. 2 മണിക്കൂർ കൊണ്ട് 1 മില്യൺ കഴിഞ്ഞു. എല്ലാരും അന്വേഷിക്കാണ് ഈ ഫ്രണ്ട്സ് ഏതാണ്. അത് മാത്രല്ല, ഇത്ര ഭംഗിയായിട്ട് ഈ വീഡിയോ ചെയ്തതിനെ എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. സൂരജാണ്. അതെ അല്ലേ? എല്ലാ വീഡിയോസും ബാംബു ബോയ്സിന്റെ കംപ്ലീറ്റ് വീഡിയോസും അല്ലേ? കംപ്ലീറ്റ് വീഡിയോസും എഡിറ്റ് ചെയ്യുന്നതും ഇവരാണ് ഓരോ കണ്ടന്റ് കൊണ്ടുവരുന്നത്. ആണോ? ആഹാ. അപ്പൊ ഈ കണ്ടന്റും കൊണ്ട് മനസ്സിലായല്ലോ, ആളെ പിടുത്തം കിട്ടിയല്ലോ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ആളെ വണ്ടി പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതെ, അതിനകത്ത് ആ എയർപോർട്ടിൽ നിൽക്കുന്ന അവരുടെ ഒരു എക്സ്പ്രഷൻ പോലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ ചേച്ചി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പ്രത്യേകം പറയാണ്, ചേച്ചി ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്തായാലും സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നൊരു വീഡിയോ ആയിരുന്നു. അറിഞ്ഞോ അറിയാതെ നിങ്ങളത് ക്രിയേറ്റ് ചെയ്താണെങ്കിലും ഭയങ്കര ഒരു കണ്ടിരുന്നപ്പോൾ 10-15 പ്രാവശ്യമൊക്കെ കണ്ടവരുണ്ട് അല്ലേ? ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നു, നല്ല സുഹൃത്ത് ബന്ധങ്ങളെ മിസ് ചെയ്യുന്നവർ കമന്റ് ചെയ്യുന്നു. അത് എന്താ പറയാ, അത് ഇല്ലാത്തവർ അതിന്റെ വിഷമം പങ്കുവെക്കുന്നു. ഒരുപാട് സന്തോഷം. അൽക്കണ്ണനെ, അൽ ദുബായിനെ ഒക്കെ ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതിലും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം. നിനക്കെല്ലാം പറയാനുണ്ടോ എല്ലാവരോടും? സന്തോഷം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇതിപ്പോ സപ്പോർട്ട് ചെയ്തല്ലോ എല്ലാവരും. അടുത്ത വീഡിയോസിൽ സപ്പോർട്ട് ചെയ്യണം. അത് തന്നെ. ഇവിടെ ബാംബു ബോയ്സ് അങ്ങ് വൈറലാവണം അല്ലെ? അഭിനയിക്കാൻ താല്പര്യമുള്ള കുറെ പേർക്ക് കൂടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരൊക്കെ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കണം നല്ലൊരു ഇതൊക്കെ വരട്ടെ. നിങ്ങൾ അവസാനം വരെ നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ സിനിമ വന്നപ്പോൾ അവർ നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. അവരിപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഇത്ര നാളായിട്ടും. അതുപോലെ വർഷങ്ങളോളം ഇതേ ഒരു ആഴമേറിയ സുഹൃത്ത് ബന്ധം നിലനിൽക്കാനായിട്ട് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു.
ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഈ വണ്ടി ഇവരെ ചായ കുടിക്കാനൊക്കെ ഈ വലിയ വണ്ടി എടുത്തിട്ടാട്ടോ പോണേ. ഇവര് വന്നിറങ്ങിയല്ലേ, അതൊക്കെ പറയണ്ടേ നമ്മള്. അമ്പാടിക്കണ്ണ് ആണോ? അതിനാണോ പോയത്? ആ, ചായ കുടിക്കാനൊക്കെ പോകുന്നത് അങ്ങനെ ഒരു വലിയ വണ്ടിയൊക്കെ എടുത്തിട്ടാ ചായ കുടിക്കാൻ പോണേ. വെറൈറ്റി ആയിട്ടാണ് ഇവര് ചായ നമ്മളെല്ലാരും ആണോ? അതൊക്കെ വേറെ ആയിരിക്കുമല്ലോ. ഇപ്പൊ കണ്ണനിപ്പോ നമ്മളിപ്പോ പറഞ്ഞത് പറഞ്ഞു അതെ, കണ്ണന്റെ പെണ്ണ് കാണാനൊക്കെ അപ്പൊ ഇനി എല്ലാരും കാണും. കല്യാണവും തകർക്കും. കേരളം മൊത്തം വിളിക്കും അല്ലേ? എല്ലാരും മെസ്സേജ് ഇടുകയാണ്. ആണോ? കല്യാണത്തിന് വിളിക്കണം. അല്ല, ആലോചന വല്ലതും വന്നോ ഇത് കഴിഞ്ഞിട്ട്? ഒന്നും വന്നില്ല. ആണോ? കണ്ണന് ഫോളോവേഴ്സ് കൂടിയത് ഞാൻ കണ്ടായിരുന്നു. അക്കൗണ്ട് പ്രൈവറ്റ് ആയിരുന്നു. പ്രൈവറ്റ് മാറ്റിയോ ഫോളോവേഴ്സ് കൂടി. ഫോളോവേഴ്സ് ഒക്കെ കൂടി. ഒരു ആലോചന പോലും വന്നില്ല. ഇവർ ഇത്ര എഫേർട്ട് ഇട്ടിട്ടല്ലേ വരും. കണ്ണ വിഷമിക്കരുത്, വരും. നമ്മള് ബാംബു ബോയ്സ് ഒരു പേരിടാനുള്ള കാരണം ഈ മുള തന്നെയാണോ? ഈ മുള കാരണം. ആണോ? നമ്മളെല്ലാരും വന്ന് ആദ്യം നിന്ന് ഇരിക്കാൻ വേണ്ടി മുളയിട്ട് മുളയിൽ ഇരുന്നിരുന്നാണ് പേര് കിട്ടിയത് ബാംബു ബോയ്സ് എന്ന്. ഈ കൂടെ ഇരിക്കണൊക്കെ ഇവരുടെ ഭയങ്കര സപ്പോർട്ടേഴ്സ് ആട്ടോ. സീനിയർ ബാംബു ബോയ്സ് എന്നാണ് പറയണേ അല്ലേ? നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ അച്ഛന്മാരാണോ ഇവര്? ഒരാളുടെ അച്ഛനാണത് സൂരജിന്റെ, കിച്ചുവിന്റെ. പിന്നെ ആണല്ലേ? ഇവര് ഭയങ്കര നല്ല പിള്ളേരാണോ? എങ്ങനെയുണ്ട്? കണ്ടായിരുന്നോ നമ്മുടെ കണ്ണന്റെ വീഡിയോ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇവരും ഷെയർ ഒക്കെ ഇടുട്ടോ. വേറെ കാര്യം കൂടി ഞാൻ അറിഞ്ഞായിരുന്നു. ഷെയർ ഇട്ട കാര്യം പറഞ്ഞപ്പോഴാ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പോയത് ഇങ്ങോട്ടാണ്. അല്ലേ? സത്യമല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും അല്ലേ? ഇല്ല, അതുകൊണ്ടോ? വേറെ ആർക്കും ഇല്ല. ഇവർക്ക് മാത്രം അത്രേ ഉള്ളൂ, വേറെ ആർക്കും കൊടുത്തില്ല. കൊള്ളായിരുന്നു അല്ലേ? സംഭവം അടിപൊളിയായിരുന്നു. കണ്ണൻ നമ്മൾ ഇനിയും പറഞ്ഞു വിടണുണ്ടോ? കെട്ടിച്ചിട്ടേ വിടുവാണോ? തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടാ. ജീവിതത്തിൽ ഇങ്ങനെ ഒരു പണി ഇനി കിട്ടാനല്ലോ, ഒരു ഫ്രണ്ട്സിനും ഇനി കിട്ടുകയും ചെയ്യല്ലേ. എന്തേ കല്യാണം കഴിക്കാൻ ദുബായിൽ പോയ കണ്ണമ്പായിക്ക് സ്വാഗതം, കേരളത്തിലേക്ക് സ്വാഗതം എന്ന്. ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് ശരിയാക്കി എടുത്തത് നിങ്ങള്? ഒറ്റ ദിവസം കൊണ്ടോ? ബാംബു ബോയ്സിന്റെ ലോഗോ, നെയിം ബോർഡ്. ഈ ബാംബു ബോയ്സിന്റെ പേരിട്ട് ആരാ? ആണോ? എല്ലാവരും തന്നെയാണോ? വൺ മാൻ ഷോ. അവരാണ് ആള്. കണ്ട പാവം, അതിന്റെ ഫോട്ടോയൊക്കെ മറ്റേ എനിക്ക് ഇലക്ഷനൊക്കെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ അതുപോലെ അത് നോക്കി ഇവിടെ നിസ്സംഗഭാവത്തില്ല അൽക്കണ്ടൻ. അതെ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ, ഇത് കണ്ടിട്ട് നമ്മുടെ ദുബായിലുള്ള ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചോ? എല്ലാരും വിളിച്ചു. ദുബായിലുള്ള മെസ്സേജ് ഇട്ട്. എന്തോ പറയുന്നവരൊക്കെ മെസ്സേജ് ഇട്ട്. കണ്ടിട്ടുള്ളവരൊക്കെ മെസ്സേജ് ഇട്ട്. ഇവൻ ഇത്ര റേഞ്ച് ഉള്ളവനാണെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലടാ വന്ന്. കമന്റിൽ കണ്ടില്ലേ? അതെ. നിങ്ങൾ അന്ന് എയർപോർട്ടിൽ ചെന്നപ്പോഴേ അവിടെ ഇങ്ങനെ അവര് ഞെട്ടിപ്പോയിട്ടുണ്ടാവൂലേ? അവര് ചോദിച്ചോ എന്താ സംഭവം? പാടില്ല എന്ന് പറഞ്ഞവര്. ആണോ? ബഹളം വെക്കണം പറഞ്ഞു. വന്നോ? എന്തോ അങ്ങനെ പറഞ്ഞോ? നിങ്ങൾ പാവങ്ങളാന്ന് മനസ്സിലായി. ആദ്യം അവർക്ക് പിടുത്തം കിട്ടിയില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അത് ആ കാറിന്റെ കളറൊക്കെ കണ്ടപ്പോ വിചാരിച്ചാണ് എന്തോ ഇവിടെ ഇപ്പൊ തകർത്ത്. അതന്നെ വണ്ടി നമ്പർ എല്ലാം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞൊരു പേരിൽ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇറങ്ങിയപ്പോ മറന്നുപോയതാണ് ഫ്ലെക്സിന്റെ. അതെ, ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഫ്ലെക്സ് പിടിച്ചിട്ടുണ്ട്. കണ്ടാ? കല്യാണം കഴിക്കാൻ ദുബായിൽ പോയ കണ്ണൻ ബായിക്ക് കേരളത്തിലേക്ക് സ്വാഗതം. അന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു ഫോട്ടോയും കൂടി എടുക്കാൻ പോവാട്ടാ. ഈ കണ്ണനെ എയർപോർട്ടിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചതേ ചെറുതാന്നാണ്. പക്ഷെ ഇത് കണ്ടത് ഇത്രയും കിട്ടാ. എന്നെ ഞാൻ നല്ലൊരു വലിയ കണ്ണനാണ്. അപ്പൊ ഈ വലിയ ഗാങ്ങിന്റെ കൂടെ ഇവരുടെ കൂടെ ശരിക്കും സത്യം പറഞ്ഞ നമ്മൾ ട്രാവൽ ചെയ്ത് വന്ന ക്ഷീണമൊക്കെ പോയി നിങ്ങളുടെ കൂടെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോ അത്രയ്ക്ക് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീമാണ്. അപ്പൊ ടീം ബാംബു ബോയ്സിന്റെ ഒപ്പം ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ ബൈ.